ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ ബാംഗ്ലൂർ കേട്ടുള്ള, അതായത് മുന്നത്തെ വീഡിയോ ഷോർട്സ് കണ്ടെന്ന് വിചാരിക്കുന്നത്. അവിടുന്ന് ഫോണ് കുറച്ച് പ്രോബ്ലം കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടുന്ന് ബാംഗ്ലൂരിലോട്ട് വന്നാണ്. കൂട്ടുകാരൻ്റെ റൂമിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവൻ വർക്കിന് പോയിരിക്കുകയാണ്. അപ്പോൾ നേരെ നമുക്ക് അവൻ്റെ ഷോപ്പിലോട്ട് പോയിട്ട് അവനെ ഒന്ന് പരിചയപ്പെടുത്താം. അവിടേക്കൊന്ന് പോയി അവിടെ കണ്ണൂരുകാരുടെ ഷോപ്പാട്ടോ, മലയാളികളുടെ ഷോപ്പ് തന്നെയാണ്. അപ്പോൾ അവിടെ പോയി അവരിലേക്കൊന്ന് കണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നേരെ അടുത്തത് എവിടേക്കാണ് പോകേണ്ടതെന്ന് ഇപ്പോഴും ജസ്റ്റ് തീരുമാനം, അതായത് നേപ്പാളിലോട്ടാണ് പോകുന്നുണ്ട്. ഇവിടുന്ന് ഏത് റൂട്ട് കയറണമെന്ന് നോക്കിയിട്ടില്ല. ഇപ്പോൾ അവിടെ പോയിട്ട് വേണം റൂട്ടും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് കേട്ടോ. നമ്മളിപ്പോൾ നമ്മുടെ കൂട്ടുകാർ നിൽക്കുന്ന ഷോപ്പിലെത്തിയിട്ടാണ്. അവിടെ ഫുള്ള് അതായത് ആൾക്കാരുണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ തരത്തിലാണ്. അപ്പോൾ അറ്റത്ത് നിൽക്കുന്ന കേട്ടോ എൻ്റെ കൂട്ടുകാരൻ. പിന്നെ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ട ആൾക്കാരുണ്ട്. ഇവരൊക്കെ മലയാളീസ്. നമ്മളെന്തായാലും ആളുടെ കടയിൽ എത്തിയിട്ടോ. അപ്പോൾ ഇവിടുന്ന് ജ്യൂസ് കാര്യങ്ങളൊക്കെ കുടിച്ച് ഇനിയിപ്പോൾ പോകാൻ നിൽക്കുകയാണ്. അതാണ് നമ്മുടെ കൂട്ടുകാരൻ, നമ്മുടെ റൂംമേറ്റാണ്. ആള് ഊട്ടിയിലാട്ടോ ആളുടെ പേര്. നമ്മുടെ മലപ്പുറത്താണ്. ഇവനാട്ടോ നമ്മൾ മുന്നേ പരിചയപ്പെട്ട ട്രെയിനിന്, അതായത് വേറൊരു ട്രാവലിൻ്റെ ഇടയിൽ നിന്ന് പരിചയപ്പെട്ട് അങ്ങനെ കമ്പനി ആയതാട്ടോ. ആള് വീട്ടിലെ ഷോപ്പിൽ മാനേജറാണ്. ഇവർ കണ്ണൂർക്കാരുടെ ഷോപ്പാട്ടോ. ഇതിൻ്റെ റൂമിൽ 5 ദിവസം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും പെട്ടെന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. നമുക്കൊരു കുട്ടി വെള്ളവും കാര്യങ്ങളായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ച് ഇപ്പോൾ ഇവിടെ നേരെ കൽക്കത്ത, അതായത് ഒഡീഷ റൂട്ട്, വിശാഖപട്ടണം ആ റൂട്ടിലാട്ടോ പോകുന്നത്. 2000 സംതിങ് കിലോമീറ്ററോളം ഇവിടുന്ന് പോകാനുണ്ട്. അതായത് മെയിൻ ഹൈവേ ഇവിടുന്ന് തിരുപ്പതി പോയി തിരുപ്പതിയിൽ നിന്ന് ചെന്നൈ കൊൽക്കത്ത റൂട്ടിലോട്ട് കയറണം. ഇവിടുന്ന് ലൊക്കേഷൻ നോക്കിയിട്ട് ഏകദേശം 2000 സംതിങ് കിലോമീറ്ററോളം പോകാനുണ്ട്. ബാക്കി അവിടെ പോയിട്ട് അവിടെ നിന്ന് നേപ്പാളിലോട്ട് കയറാനുള്ള വേറെ വഴി നോക്കണം. ഇപ്പോൾ എന്തായാലും ഇവിടെ ടൗൺ ആയതുകൊണ്ട് ഇവിടെ നിന്ന് എന്തായാലും ഹിച്ചേക്ക് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ദൂരം നടന്ന് എന്നിട്ട് അവിടെ നിന്ന് ഹിച്ചേക്ക് കിട്ടുമോ ഇല്ലേ എന്നൊക്കെ നോക്കി നോക്കാം കേട്ടോ. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കും കേട്ടോ. എനിക്ക് ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ എന്തായാലും ഓക്കെ എന്തായാലും നോക്കാം. ശരിയാണോ? ഓക്കെ എന്നാൽ ശരി. ആളിപ്പോൾ ആദ്യം നമുക്ക് റൂമിലായിരുന്നു. എന്തായാലും ഇത്ര ദിവസം സഹിച്ച് ചെയ്യാൻ എന്തായാലും ഓക്കെ എന്നാൽ കാണാം. എന്തായാലും നമ്മളിവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏത് റൂട്ട് ഇവിടുന്ന് പോകാനുള്ളത് നോക്കണം. അതായത് ഇവിടുന്ന് ടൗണിൽ നിന്ന് ഏത് റൂട്ട് ഇറങ്ങേണ്ടതെന്ന് അറിയത്തില്ല. അതൊക്കെ ഒന്ന് മാപ്പിൽ നോക്കിയിട്ട് ബാക്കി പോകുന്ന റൂട്ടിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും അവരുടെയൊക്കെ നന്ദി കാര്യങ്ങളൊക്കെ നന്ദി വേണ്ടൊന്നും കാര്യമില്ല. കാരണം ഫ്രണ്ട്ഷിപ്പിൽ എന്ത് നന്ദി. എന്തായാലും അവരോട് വീണ്ടും കാണാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടുന്ന് തിരുപ്പതി റൂട്ടാണ് ഫസ്റ്റ് കയറേണ്ടത്. അവിടെ പോയിട്ട് അവിടെ നിന്ന് വേറെ ഹൈവേ കണക്ട് ചെയ്യണം. അതായത് ചെന്നൈ കൊൽക്കത്ത ഹൈവേ കണക്ട് ചെയ്യണം. ഇവിടുന്ന് ഏകദേശം അവിടേക്ക് 70 കിലോമീറ്ററിൻ്റെ അടുത്തെന്തോ കാണിച്ചിട്ടുണ്ടായിരുന്നത്. തിരുപ്പതിയിലോട്ടല്ല, അങ്ങോട്ട് പോകുന്ന റൂട്ടിലോട്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് ദൂരം നമുക്ക് ഈ റൂട്ടിൽ കുറച്ച് ദൂരം നമുക്ക് നടന്നു പോകണം. നടന്നു പോയി കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഒരു മെയിൻ റോഡ് എത്തത്തുള്ളൂ. അവിടെ നിന്ന് പിന്നെ കുറച്ചധികം പോയി കഴിഞ്ഞാൽ വേറെ നമ്മൾ തിരുപ്പതി റൂട്ട് കയറാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ബാംഗ്ലൂരിലെ റോഡ് സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു രണ്ട് ആൾക്കാരിനെ പരിചയപ്പെട്ട്, അതായത് തമിഴ്നാട്ടിലെ ആൾക്കാരാണ്, തമിഴരാണ്. അവരിപ്പോൾ ബാംഗ്ലൂരിലാണ് സെറ്റിൽഡായത്. അപ്പോൾ അവരിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരിപ്പോൾ നേരെ ഞാൻ അവരോട് സംസാരിച്ചിരിക്കുകയായിരുന്നു. ഒരു ഏകദേശം 1/2 മണിക്കൂറിന് മേലെ ഇപ്പോൾ അവരോട് സംസാരിച്ചിരിക്കുകയായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് നിൽക്കുകയായിരുന്നു. അവർക്ക് ട്രാവലിനോട് ഭയങ്കര താല്പര്യമുണ്ട് പറഞ്ഞു. അപ്പം അങ്ങനെ എൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ ചോദിച്ചിട്ട് അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവർ കുറച്ച് മുന്നിൽ പോയിട്ട് അവർ ഫുഡ് വാങ്ങിത്തരാമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാൻ ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഉച്ചക്കത്തെ. അപ്പോൾ അവർ ഫുഡ് കാര്യങ്ങൾക്കുള്ള ഏർപ്പാടാക്കി തരാമെന്ന്. അപ്പോൾ അവർ വണ്ടിയിലായിരുന്നു ഉണ്ടായിരുന്നത് 2 പേര്. പക്ഷേ വണ്ടീൻ്റെ ടയർ പഞ്ചറായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ അവർ ഫ്രണ്ടിൽ ഒരു കടയിൽ പോയി പഞ്ചർ കാര്യങ്ങളൊക്കെ റെഡിയാക്കി നിൽക്കുക, അപ്പോഴത്തേക്ക് അങ്ങോട്ട് വന്നാൽ മതി, ഇല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വിളിക്കാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ അവർ വിളിക്കാൻ വരുന്നവരെ കാത്ത് നിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് കേട്ടോ പറഞ്ഞത്. ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വർക്ക്ഷോപ്പ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഉണ്ടാവും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ നമ്പർ കാര്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അവിടെ പോയി അവർ ഫുഡ് വാങ്ങി തരില്ല കേട്ടോ. അവരുടെ റൂമിൽ കുക്ക് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. അവർ കുക്കിങ്ങാണ്. അവർ 2 പേരായിട്ട് ഇവിടെ ഒരു റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് താമസിച്ചുകൊണ്ട് ഒരു 1/2 മണിക്കൂർ അതിൽ സംസാരിച്ചിരുന്നു. ഇപ്പോൾ ഒരു 1/2 മണിക്കൂറിന് മേലെ റെസ്റ്റ് എടുത്ത് വരുന്നു. കാരണം ഇപ്പോൾ ഏകദേശം ഒരു 10-12 കിലോമീറ്ററോളം നമ്മൾ നടന്നു അവിടെ നിന്ന്. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമാവുണ്ടായിരുന്നു. കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കാരണം നല്ല വെയിലോട് നടക്കുന്നതുകൊണ്ടും നല്ലോണം വിയർത്തി വരുന്നുണ്ട് കേട്ടോ. എന്തായാലും കുറച്ച് ദൂരം മുന്നോട്ട് പോയിട്ട് അവരിപ്പോൾ അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞു. പിന്നെ അവരുടെ കൂടെ പോയിട്ട് വീട്ടിൽ പോയിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കണം. എന്തായാലും ഞാനിപ്പോൾ അവരുടെ അടുത്ത് എത്തിയിട്ട് അവരെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ബാംഗ്ലൂരിലെ ഇവിടുത്തെ കറക്റ്റ് സ്ഥലപ്പേര് എനിക്കറിയില്ല. ഞാനിപ്പോൾ മടിവാള പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തു നിന്നാണ് കേട്ടോ വന്നത്. അതായത് മടിവാള പറഞ്ഞിട്ട് ഒരു ഗംഗോത്രി സർക്കിളിൻ്റെ സ്ഥലമുണ്ട്. അവിടെയായിരുന്നു എൻ്റെ കൂട്ടുകാരൻ്റെ റൂമുണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഞാൻ ഇപ്പോൾ ഇറങ്ങിയത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ചധികം ദൂരം ഇങ്ങോട്ട് വന്ന് ഞാൻ അതൊക്കെ ഷോർട്ട് കട്ട് വഴിയൊക്കെ മാപ്പ് നോക്കിയിട്ട് നടക്കണതിൻ്റെ ലൊക്കേഷൻ വിട്ടിട്ട്
ഷോർട്ട് കട്ട് വഴിയൊക്കെ കയറി വന്നത്, മെയിൻ റോഡ് വഴി വന്നില്ല. കാരണം ഇവിടെ നമ്മുടെ കേരളം പോലെ തന്നെ ഡബിൾ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ എന്തായാലും ഫൈൻ കിട്ടുന്നതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കാരണം വേറെ ആൾക്ക് കുറേ ആൾക്കാർ വന്ന് നിർത്തി ചോദിക്കുന്നുണ്ട്. പക്ഷേ അവർ കാരണം അവർക്കൊരു ഫൈൻ കിട്ടുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വണ്ടിയിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ദൂരം പോയി ഹൈവേ റൂട്ട് എത്തിക്കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഹിച്ചേക്ക് ചെയ്ത് നോക്കാൻ കേട്ടോ വിചാരിക്കുന്നത്. പിന്നെ ആരെങ്കിലുമൊക്കെ വന്ന് നിർത്തുന്നവർ, ഞാനായിട്ട് ആരെയും ഇപ്പോൾ ഇവിടെ വണ്ടി തടുക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഈ ഭാഗം ഒന്ന് കണ്ടിങ്ങനെ ആസ്വദിച്ചിട്ട് എന്തായാലും ബാംഗ്ലൂർ കൊണ്ട് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ദിവസം ഫുള്ള് റൂമിൽ റെസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് പുറത്തൊക്കെ ഒന്ന് ആസ്വദിച്ച് നടന്ന് തന്നെ പോകാൻ തന്നെ വിചാരിക്കുന്നത് കേട്ടോ. കുറച്ച് അധികം ദൂരം ഹൈവേ വരെ അവിടെ പോയിട്ട് ലിഫ്റ്റ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ ആരെങ്കിലും ഇതിനിടയിൽ വണ്ടി വന്ന് ലിഫ്റ്റ് തരാൻ വേണ്ടി നിർത്തി അവൻ്റെ 2 ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ അവരുടെ കൂടെ കയറിപ്പോവും. ഹെൽമെറ്റ് ഇല്ലെങ്കിൽ എന്തായാലും അവരുടെ കൂടെ കയറി പോകത്തില്ല. കാരണം പറഞ്ഞാൽ അവർക്ക് നമ്മൾ കാരണം അവർക്കൊരു ഫൈൻ കിട്ടണ്ടല്ലോ. നമ്മൾ കാരണം അങ്ങനെ നമ്മളെ സഹായിക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാൻ അങ്ങനെ തന്നെ പോകാനാട്ടോ വിചാരിക്കുന്നത്. ഇവരെയാട്ടോ ഞാൻ തന്നേരം പറഞ്ഞോണ്ടിൻ്റെ എൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ തന്നേരം നമ്മൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവരുടെ പേര് സ്റ്റീഫൻ. സന്തോഷം. ആളുടെ പേര് സ്റ്റീഫനും ആളുടെ പേര് സന്തോഷം. നിങ്ങളുടെ ശരിയാണ് ഊർ ഇല്ലതാണ് അല്ല തമിഴ്നാട്? ബാംഗ്ലൂരിൽ തന്നെയാണ്. പക്ഷെ അവർ തമിഴാട്ടോ, അതായത് ബാംഗ്ലൂർ തമിഴ് തന്നെയാണ്. അവർ ബാംഗ്ലൂർ തമിഴ്മാരാട്ടോ. എന്തായാലും ഇവരുടെ കണ്ടതിൽ എന്തായാലും பார்த்ததில்ல ரொம்ப சந்தோஷம். மீண்டும் பார்க்கலாம். ஓகே ஓகே மறுபடியும் பார்க்கலாம். ஓகே சிட்டா உസാറ്. ഓക്കെ ബൈ ടേക്ക് കെയർ. ഓക്കെ അങ്ങനെ അവനിവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവർ നമ്മളെ അവിടെ കയറ്റി വരാൻ അത്രയും കൊണ്ടു, അതായത് ഇതിൻ്റെ ഓക്കെ അവർക്ക് ഓക്കെ 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 ഈ പാത്ത് പോങ്ക. എന്തായാലും അവൻ്റെ റൂം ബാക്ക് സൈഡിലായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് പേര് ഇങ്ങോട്ട് നടന്നത് വെറുതെയായി. അവിടെ കുറച്ച് പേര് ഇങ്ങോട്ട് നടന്നു വന്ന് അവനോട് വണ്ടി കയറി തിരിച്ച് ബാക്കിലോട്ട് തന്നെ പോയിട്ടോ. അവൻ്റെ റൂമിൽ കഴിച്ചിട്ട് അവർ കുറച്ചുകൂടെ മുന്നിൽ കൊണ്ടാക്കാൻ പറഞ്ഞേ. പിന്നെ ഞാൻ വേണ്ട, എവിടെ നിന്ന് കയറി പറഞ്ഞാൽ അവിടെ തന്നെ ആക്കിയാൽ മതി പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇവിടെ കൊണ്ടാക്കി. ഇപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് അവൻ്റെ വീട്ടിൽ നിന്നായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ വേഗം പോയി അവിടെ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും 3 പെട്ടെന്ന് കഴിച്ചു. അവരിപ്പോൾ വർക്ക് കഴിഞ്ഞിപ്പോൾ വേറൊരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ കുറച്ച് തിരക്കിലാണ്. അവരെ അധികം ബുദ്ധിമുട്ടിക്കേണ്ട വിചാരിച്ച് പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ടൈം അധികം കിട്ടിയില്ല. നല്ല ആൾക്കാരാട്ടോ, പരിചയപ്പെടുന്ന ആൾക്കാരൊക്കെ എന്തായാലും നല്ല ആൾക്കാരാണ്. അധികം ആരും ഇപ്പോൾ നമ്മൾക്കൊരു ബാഡ് എക്സ്പീരിയൻസ് തരുന്നില്ല. മുമ്പ് പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്താ പറയുക, അതിനേക്കാൾ ഉപരി അവിടെ തന്നെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് കുറച്ച് ബാഡ് എക്സ്പീരിയൻസ് നമുക്ക് അതിപ്പോൾ എല്ലാ നാട്ടിലും നമ്മുടെ കേരളത്തിലായാലും അങ്ങനെ തന്നെയാണ്. ഒരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവരുടെ 100 പേരുണ്ടെങ്കിൽ ആ 100-ൽ 10 പേര് നല്ല ആൾക്കാരായിരിക്കത്തില്ല. നമ്മൾ പക്ഷേ കാണുന്നവരെ നല്ലവരാണോ നല്ലവരെ എല്ലാവരും ചിന്തിച്ചിട്ടില്ലല്ലോ നമ്മളുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ മറ്റുള്ളവരെ കുറിച്ച് പഠിക്കാനും മറ്റുള്ളവരുടെ ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് അറിയാനും അവരുടെ കാഴ്ചപ്പാട്, അതായത് എൻ്റെ കാഴ്ചപ്പാട് രീതിക്കാണെങ്കിൽ വേറെ ആൾ എന്നെ കാണുന്ന കാഴ്ചപ്പാടോ അല്ലെങ്കിൽ അവർ അവരുടെ ഈ ലൈഫിനെ കാണുന്ന ജീവിതത്തിനെ കാണുന്ന കാഴ്ചപ്പാട്, അവരുടെ ജീവിത രീതികൾ, ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ട്രാവൽ ചെയ്യുന്നത്. അല്ലാതെ എനിക്കൊരിക്കലും ഇന്ന സ്ഥലത്തോട്ട് പോകണം, അതായത് ടൂറിസ്റ്റ് പ്ലേസിലോട്ട് പോകണം, അവിടെ പോയി എൻജോയ് ചെയ്യണം എന്നൊരു മൈൻഡ് സെറ്റില്ല. ഞാൻ പോകുന്നതിൻ്റെ ഇടയിൽ ടൂറിസ്റ്റ് പ്ലേസ് എനിക്ക് മൈൻഡിൽ ഓക്കെയാണ്, കുറച്ച് വൈബായിട്ട് തോന്നുന്ന സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അവിടെ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും. ചിലപ്പോൾ അവിടെ നിന്ന് വീഡിയോയും ഷൂട്ട് ചെയ്യും. പക്ഷേ എൻ്റെ ട്രാവലിൽ ഒരിക്കലും ഞാൻ ടൂറിസ്റ്റ് പ്ലേസിന് വേണ്ടി മാത്രമല്ല, അതിനൊരിക്കലും ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടില്ല. പോകുന്നതിടയിൽ കാണുമ്പോൾ കയറും അവിടെ പോയി വീഡിയോ ഷൂട്ട് ചെയ്യുന്നല്ലാതെ അത് ഞാൻ തീരെ പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഞാനൊരു പ്രത്യേക രീതിക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് മറ്റുള്ളവരുടെ രീതിയിൽ ഇങ്ങനെ പോകുന്ന രീതിക്ക് ഞാൻ ക്യാഷ് ഇല്ലാതെയും ഒട്ടും എക്സ്പെൻസ് ഇല്ലാതെ ക്യാഷ് ഇല്ലാതെയൊക്കെ ട്രാവൽ ചെയ്യുന്നവനാണ്. അപ്പം അങ്ങനത്തെ ഈ ഒരു ട്രാവലിംഗ് രീതി തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം മെയിനായിട്ട് ഒന്ന് മറ്റുള്ളവരെ കുറിച്ച് പഠിക്കാനുള്ള ഇത്, പിന്നെ മറ്റുള്ള ആൾക്കാരുടെ ഹോസ്പിറ്റാലിറ്റി എന്താണ്, അതായത് നമ്മുടെ ഇപ്പോൾ നിങ്ങളെ സ്വന്തമായിട്ട് ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ഇപ്പോൾ നിങ്ങൾ കേരളത്തിൽ നിന്ന് പുറത്ത് പോയാൽ ഒറ്റയ്ക്ക് പോകണമെന്നില്ല, കുടുംബത്തോടെ പോയാൽ പോലും എല്ലാവരുടെയും സേഫാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എല്ലാവർക്കും ഒരു പേടിയുണ്ടാവും. നമ്മുടെ പ്രത്യേകിച്ച് കേരളക്കാരുടെ എല്ലാവരുടെ മൈൻഡിലും ഒരു പേടി. അതേപോലെ തന്നെയാണ് അവിടെയുള്ള അതായത് നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ള ആൾക്കാരുടെ മൈൻഡിൽ കേരളം നല്ലതാണ്. എല്ലാവരും എന്നെ കാണുന്ന എല്ലാവരും ഞാൻ കേരളത്തിൽ നിന്ന് വരുന്നതെന്ന് പറയുമ്പോൾ അവർ പറയാറുണ്ട് ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷനുള്ള ആൾക്കാർ കേരളത്തിലാണ്, കേരളക്കാർ നല്ലവരാണ്, അവരാരും പറ്റിക്കത്തില്ല എന്നൊക്കെ എല്ലാവരും എന്നോട് പറയാറുണ്ട്. എൻ്റെ ഈ ട്രാവൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്
ഒന്ന് മറ്റുള്ളവരുടെ, അതായത് വേറെ നാട്ടിലെ ആൾക്കാരുടെ ജീവിതശൈലി, അവിടുത്തെ ജീവിത രീതികൾ, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ഹോസ്പിറ്റാലിറ്റി എന്താണ്, അതൊക്കെ ഒന്ന് പഠിക്കുക, അത് മറ്റുള്ളവരേക്ക് എത്തിക്കുക. അതേപോലെ കേരളത്തിൽ എങ്ങനെയാണോ, അല്ലെങ്കിൽ നമ്മളുടെ രീതികൾ എങ്ങനെയാണോ അവിടുത്തെ, അത് ഞാൻ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഈ ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ, അതായത് മറ്റുള്ള നാട്ടുകാരുടെ, മറ്റുള്ള ആൾക്കാരുടെ ലൈഫ് സ്റ്റൈല്, ജീവിത രീതി, അതേപോലെ അവരുടെ സ്വഭാവം തന്നെ ഒരിക്കലും പറയത്തില്ല. കാരണം പലവരും പല വ്യക്തിഗത സ്വഭാവങ്ങളാണ്. ഒരാളുടെ സ്വഭാവം ഒരിക്കലും നമ്മൾ ഒരു നോട്ടത്തിൽ ഒരു ദിവസം കൂടെ ഇന്നുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷെ അവരുടെ ആ കുറച്ച് ടൈമിൽ നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ ആ ടൈമിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താണ്, അവരുടെ ജീവിത രീതികൾ എന്താണ്, അതുപോലെ അവരുടെ ഹോസ്പിറ്റാലിറ്റി എന്താണ്, ആ നാട്ടിലെ ആൾക്കാരുടെ നമ്മളെ കാണുമ്പോൾ, നമ്മളിങ്ങനെ ബാഗ് തൂക്കി ഒരാളിങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് കാണുമ്പോൾ വേറെയുള്ള ആൾക്കാർ നമ്മളെ സംസാരിക്കാൻ വരുന്നവർ, അവർ നമ്മളെ എന്ത് ചിന്തിച്ചിട്ടാൽ പല ആൾക്കാർക്ക് അറിയാം. ചിലപ്പോൾ ഈ ട്രാവലറാണ് എന്ന് അറിയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഭൂരിപക്ഷം ആൾക്കാർക്കും അറിയത്തില്ല ഇങ്ങനെ ഒരു ട്രാവലിംഗ് രീതി ഉണ്ട്. ഞാൻ നടന്നു ലിഫ്റ്റിൻ്റെ അടുത്ത് വരികയാണ് പറഞ്ഞാൽ പലവരും വിശ്വസിക്കാറില്ല. ഇന്ത്യയിൽ ഞാൻ പറയും ബിനാ പൈസ ട്രാവലിംഗ് ആണ്, പൈസ ഇല്ലാതെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്, ഞാൻ നടന്നു ലിഫ്റ്റിൻ്റെ അടുത്താണ് പോകുന്നത് എന്ന് പറയുമ്പോൾ അവർ വിശ്വസിക്കില്ല ഒരിക്കലും. കാരണം അങ്ങനെ പോയാൽ ജീവിക്കാൻ പറ്റില്ല, കാശില്ലാതെ ഒരിക്കലും ഒരു നാട്ടിലും പോകാൻ പറ്റത്തില്ല എന്നൊരു മൈൻഡിൽ തന്നെയാണ് അവിടെ ഉള്ളവരും നമ്മുടെ നാട്ടിലുള്ളവരും. പക്ഷെ നമ്മൾക്ക് ഒരു നാട്ടിൽ ട്രാവൽ ചെയ്ത് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ് വേണമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഇത് ഞാൻ പഠിച്ചത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. കാരണം ഞാൻ തിരുവനന്തപുരത്ത് മുന്നേ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നാണ് പേര്. ആ ഷോപ്പിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ എൻ്റെ കയ്യിൽ ഒരിക്കലും നാട്ടിലോട്ട് പോകാനായിട്ട് ക്യാഷ് ഉണ്ടായിരുന്നില്ല. ആ ടൈമിൽ ഞാൻ അവിടെ നിന്ന് നടന്നിട്ടുണ്ട്. അതായത് അതിന് മുന്നേ എറണാകുളത്ത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ട്രിവാൻഡ്രത്തോട്ട് പോയി ഒരു എക്സ്പീരിയൻസ് പറയാം കേട്ടോ. അതായത് ഈ ട്രാവലിന് ഞാൻ ക്യാഷില്ലാതെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് മോട്ടിവേഷനായിട്ട് ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്, അതായത് എനിക്ക് പ്രചോദനം തന്നത്. അതേപോലെ തന്നെ പ്രചോദനം തന്ന കുറേ ട്രാവലേഴ്സ് ഉണ്ട് കേട്ടോ എനിക്ക് ഈ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ വേണ്ടി. അതായത് മറ്റുള്ളവരെ പോയി ട്രാവൽ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ നമുക്ക് നോ ക്യാഷ് ആയിട്ട് എന്നല്ല, ക്യാഷ് കൊണ്ടായാലും ക്യാഷ് ഇല്ലാതെ ആയാലും എങ്ങനെയായാലും ട്രാവൽ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും, അതേപോലെ പല ആൾക്കാരുടെ ട്രാവലിംഗ് രീതികൾ കണ്ടിട്ടും എനിക്ക് ട്രാവൽ ചെയ്യാനുള്ള കൂടുതൽ ആശയങ്ങൾ, അതായത് പല ആശയങ്ങളും നമുക്ക് ഉണ്ടാവുമല്ലോ. ഓരോ ട്രാവലേഴ്സിനായാലും ഇപ്പോൾ എന്ത് ചെയ്യുന്ന ആൾക്കാരായാലും പല ആശയങ്ങൾ ഉണ്ടാവുമല്ലോ. നല്ല വെയിലുണ്ട് കേട്ടോ, വേർത്തൊഴുകുന്നുണ്ട്. ഇതുണ്ടോ, നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നേ, നല്ല മുഖമൊക്കെ ഫുള്ള് വേർത്തൊഴുകുന്നുണ്ട് കേട്ടോ, കുളിച്ചതുപോലെ ആയിട്ടില്ല. ഞാൻ ഇപ്പോൾ കാര്യത്തോട്ട് വരാം. എനിക്ക് അത് പ്രചോദനം നൽകിയ കുറച്ച് ആൾക്കാരുണ്ട്, അവരുടെ പേര് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം, ആരൊക്കെ പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ എന്തായാലും സന്തോഷ് സാറിനെ ഞാൻ പറയാം. കാരണം SJK സന്തോഷ് സാർ, അതായത് ഇന്ത്യയിൽ ഞാൻ വിശ്വസിക്കുന്നിടത്തോളം കാലം ലോകം മൊത്തം കണ്ട അവിടെ പോയിട്ട്, അതായത് വേറെ ആരും ചെയ്യാത്ത ടൈമുകളിൽ, അതായത് ട്രാവൽ വീഡിയോസ് ആയാലും അതുപോലെ വേറൊരു നാട്ടിൽ പോയിട്ട് അവിടുത്തെ സാഹചര്യം എന്താണെന്ന് നമ്മുടെ നാട്ടിൽ എത്തിച്ച, നമ്മുടെ നാട്ടുകാർക്ക് പഠിപ്പിച്ചു കൊടുത്ത, നമ്മുടെ നാടിൽ നിന്ന് മാത്രമല്ല ആ ടൈമിൽ എനിക്ക് തോന്നുന്ന പല ആൾക്കാരും, അതേപോലെ ഗൾഫ് രാജ്യങ്ങളിലെ ആൾക്കാരായാലും എല്ലാ മലയാളീസ് ആയാലും എല്ലാവരും പണ്ട് മുതലേ കണ്ടുകൊണ്ടിരുന്ന ഒരു ചാനലാണ്, സഫാരി ചാനലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നതും. അതേപോലെ അതിൻ്റെ ഇടയിൽ പല ആൾക്കാരെയും കാണുന്ന ടൈമിൽ അവർ പറയുന്ന ടൈമിൽ അങ്ങനെ ട്രാവൽ ചെയ്യണേ കേരളത്തിൽ നിന്നാണ് എന്ന് പറയുന്ന ടൈമിൽ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പല ആൾക്കാർക്കും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്നും പണ്ട് കുടുംബത്തോടെ വന്ന്, അതായത് കൃഷിക്കായിട്ടും ബിസിനസ്സിനായിട്ടാണെങ്കിലും എന്തിനായിട്ടാണെങ്കിലും വേറെ നാട്ടിലോട്ട് വന്ന ആൾക്കാരുണ്ട്. ആ ആൾക്കാർ ഇവരുടെ ഒപ്പം താമസിക്കുന്ന ടൈമിൽ അവർ സന്തോഷ് സാറിൻ്റെ CD, അതായത് സഞ്ചാരം TV പണ്ട് CD ഇട്ട് കാണുമായിരുന്നു. അപ്പോൾ ഇവരും കൂടെ ഇരുന്ന് കണ്ടിട്ടുണ്ടെന്നൊക്കെ പലവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഞാൻ ഇപ്പോഴും സന്തോഷ് സാറിൻ്റെ പല വീഡിയോസ് ഇരുന്ന് കാണാറുണ്ട്. അതായത് കണ്ട വീഡിയോസ് തന്നെ ഞാൻ പലവട്ടം കാണാറുണ്ട്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷനും, എനിക്ക് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യാനുള്ള, അതായത് എനിക്ക് എവിടെയെങ്കിലും ഞാൻ ട്രാവൽ ടൈമിൽ അധികം ഡൗൺ ആവാറില്ല. എത്രത്തോളം ഡൗൺ ആയാലും എനിക്ക് ട്രാവലിനോട് ഇൻട്രസ്റ്റ് പോകാറില്ല. പക്ഷേ എനിക്ക് മടുപ്പ് തോന്നുന്ന ചില ടൈമുകൾ ഉണ്ടാവാം. ആ ടൈമുകളിൽ ഞാൻ മാക്സിമം ചെയ്യുന്നത്, എൻ്റെ ഇപ്പോഴും യൂട്യൂബിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ സന്തോഷ് സാറിൻ്റെ മിനിമം ഒരു 10-15 എപ്പിസോഡെങ്കിലും ഞാൻ ഡൗൺ ആവുന്ന ടൈമിൽ ഞാൻ മാക്സിമം അങ്ങനത്തെ വീഡിയോസ് ഇരുന്ന് കാണും. 1-2 ദിവസം റിലാക്സായി ഇരുന്നാലും കുഴപ്പമില്ല വേണ്ടി ഞാൻ വീഡിയോസൊക്കെ ഇരുന്ന് കണ്ട് മെല്ലെ ഒന്നുകൂടെ റിഫ്രഷ് ആക്കി എൻ്റെ മൈൻഡ് ഒന്ന് സെറ്റായി. കാരണം ആ ടൈമിൽ ഈ ലോകം മൊത്തം സഞ്ചരിച്ച ആളാണ് സന്തോഷ്. അതേപോലെ ഞാൻ പല നമ്മുടെ ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ്
എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ അവൻ്റെയൊക്കെ വലിയ ഫാനായിരുന്നു. കാരണം ഞാൻ നേരത്തെ ഒരു കഥ പറഞ്ഞല്ലോ, എറണാകുളം ട്രിവാൻഡ്രം എൻ്റെ വീട്. ആ കഥ ഞാൻ പൂർത്തിയാക്കിയില്ല, അതിലോട്ട് ഞാൻ വരാം. പക്ഷേ അതിനേക്ക് മുന്നേ ഞാൻ ഹിച്ചേക്ക് നോമാട്ടിൻ്റെ പഴയ വീഡിയോസ് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അതിൽ നിന്ന് എനിക്കൊരു എന്താ പറയുക, ഒരു ഹാപ്പിനെസ് കിട്ടിയായിരുന്നു. ഞാൻ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാക്സിമം എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരെ കണ്ടിട്ട് വേണം ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്. അതിന് മുന്നേ കാണാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരെ കണ്ട് എല്ലാവരെയും കാണാൻ പറ്റിയില്ല. പെട്ടെന്ന് തീരുമാനിച്ചിറങ്ങിയ ഒരു ട്രാവൽ ആയതുകൊണ്ട് പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്താ പറയുക, എല്ലാവരെയും കാണാനൊന്നും പറ്റില്ല. അതിൻ്റെ അടിയിൽ കുറച്ച് ആൾക്കാരെ കണ്ട് പിന്നെ എല്ലാവരെയും കോൺടാക്ട് ചെയ്ത് പിന്നെ ട്രാവലിന് മുന്നേ പരിചയപ്പെട്ട ഒരാളുടെ കൂടെ ആദ്യമായിട്ട് ഒരു 3 ദിവസം നിന്നത് ഇന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിന്ന് രാവിലത്തെ കുറച്ച് നേരത്തെ കണ്ട സമദ്. അപ്പോൾ സമദ് അലിനെ ഞാൻ പണ്ട് ഞാൻ താജ്മഹൽ പോയിട്ടുണ്ടായിരുന്നു. അത് 2023 ജൂലൈയിലാണെന്ന് തോന്നുന്നു. ജൂലൈ ആ ഒരു ടൈമിലാണ്. ഈ കറക്റ്റ് ഇപ്പം എനിക്ക് ഓർമ്മയില്ല. ആ ഒരു ടൈമിലായിരുന്നു പോയത്. ആ ടൈമിൽ എനിക്ക് പറഞ്ഞാൽ താജ്മഹൽ കാണണം എന്നുള്ള മൈൻഡ് ആയിരുന്നില്ല. ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന് വീട്ടിൽ നിന്ന് അതായത് ലീവിന് ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിലോട്ട് വന്ന് വീട്ടിൽ കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ വീട്ടുകാർ കുറച്ച് വയ്യാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം തിരിച്ച് ഞാൻ ഇവിടേക്ക് പോവുമായിരുന്നു, വർക്കിന് പോവുമായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്തോട്ട് ട്രെയിൻ കയറാൻ വേണ്ടി എൻ്റെ വീട്ടിൽ നിന്ന് അടുത്ത് ഒറ്റപ്പാലം സ്റ്റേഷനാണ്. ഞാൻ മിക്കവും പാലക്കാട് സ്റ്റേഷനിൽ പോയിട്ടാണ് കയറുക. അന്ന് പക്ഷേ ഒറ്റപ്പാലം സ്റ്റേഷനിൽ പോയി അവിടെ പോയി കയറാൻ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് 3 മണി 3:30 ആവുന്ന ടൈമിലാണ് വന്നത്. ഡൽഹി ആഗ്രാണ്ടിലോട്ടുള്ള ട്രെയിൻ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ അന്ന് ആകെ ഉണ്ടായിരുന്ന 560-570 രൂപ എന്തോ ബാക്കിയാണ്. അതായത് ഞാൻ ഓൾറെഡി ട്രിവാൻഡ്രത്തോട്ട് ടിക്കറ്റ് എടുത്ത് അതിനുശേഷം ബാക്കി ഉണ്ടായിരുന്ന അക്കൗണ്ടിലും കയ്യിലായിട്ടുണ്ടായിരുന്ന ക്യാഷാണ് ആകെ 500 സംതിങ്, 600-ൻ്റെ താഴെ. അതിനെനിക്ക് 550 മേലെ ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മ. അതായത് കുറച്ച് ചില്ലറ പൈസയൊക്കെ ഉണ്ടായിരുന്നു, ബാഗിൽ ആവുന്ന ചില്ലറ പൈസയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് ആ ട്രെയിൻ കണ്ടപ്പോൾ, അതായത് എൻ്റെ ട്രെയിൻ ഓൾറെഡി ലേറ്റാണ്. എനിക്ക് ആ നേരത്തുണ്ടായിരുന്ന ട്രെയിൻ ലേറ്റാണ്, അത് വൈകും. പിന്നെ അതിനുശേഷം ഒരു അമൃത എക്സ്പ്രസ് ഉണ്ട്, എല്ലാവർക്കും അറിയും വിചാരിക്കുന്നത്. അത് ട്രിവാൻഡ്രത്തോട്ട് പോകണം. എനിക്ക് തോന്നുന്നത് പാലക്കാട്ട് നിന്ന് 9 മണിക്ക് മറ്റാണ്, 9 മണി 9:30 മറ്റാണ് എടുക്കുന്നത്. അപ്പോൾ ആ ട്രെയിൻ വരാൻ വൈകും. ഞാനാണെങ്കിൽ ഒരു 3:30 മുന്നേ അവിടെ എത്തിയിരിക്കണേ. അതിന് മുന്നേ ട്രെയിനൊക്കെ മിസ്സായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയതായിരുന്നു. ഞാൻ എപ്പോഴും വർക്കിന് പോകുമ്പോഴേ വർക്കിന് വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ ഫ്രണ്ട്സിനെ ഒന്നും കാണാൻ പോയിന്ന് വരില്ല. ചിലപ്പോൾ 2 ദിവസം നല്ല രീതിക്ക് റെസ്റ്റ് എടുക്കാം എന്നൊരു മൈൻഡിലായിരിക്കും വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരിക. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ ടൈമിൽ പിള്ളേരെ ഇപ്പോൾ എല്ലാവരെയും കാണാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ഞാൻ ഫ്രീ ആകുമ്പോൾ അവർ ഫ്രീ ആവില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് നാട്ടിലത്തെ ഫ്രണ്ട്സിനെയൊക്കെ കാണാനായിട്ട് വീട്ടിൽ നിന്ന് രാവിലെ നേരെ വർക്കിന് അങ്ങോട്ട് ട്രിവാൻഡ്രം പോകുമെന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ള ട്രെയിനിൽ കയറാമെന്ന് ഞാൻ വിചാരിച്ച്. പക്ഷേ പിള്ളേർക്ക് പോയി കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ടൈം പോയി. പിന്നെ ഉച്ച കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒറ്റപ്പാലെത്തുമ്പോൾ ഒരു 3:30 ആയി. അങ്ങനെ ആ 3:30 ആ ട്രെയിൻ അവിടെ നിൽക്കുന്നത് കണ്ട് ആ നിൽക്കുന്നത് കണ്ടപ്പോൾ അവിടെ നിന്ന് ട്രെയിനിലോട്ട് നേരെ, അതായത് ഡൽഹിയിലോട്ട് പോയാലോ എന്നൊരിതായി. ഞാൻ ഫോൺ എടുത്ത് നോക്കി. അന്നെൻ്റെ ആകെ ഫോണും ചാർജറും മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഒരു സാധനം എൻ്റെ കയ്യിൽ. അങ്ങനെ എന്ത് ചെയ്ത് ടിക്കറ്റ് എത്രയും പോയി അന്വേഷിക്കാൻ വിചാരിച്ചു. കാരണം എൻ്റെ കയ്യിൽ 600 രൂപയിൽ താഴെ മാത്രമേ ആകെ ഉള്ളൂ. അപ്പോൾ ടിക്കറ്റ് എത്രയെന്ന് ആദ്യം അന്വേഷിച്ച് നോക്കാം, അതിനുശേഷം പോകാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് അവിടെ പോയിട്ട് ടിക്കറ്റ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 535 തോന്നുന്നത്. എനിക്ക് എൻ്റെ ഒരു ഫയലുണ്ട്. അപ്പോൾ അന്ന് അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ആ ഫയലിൽ ഇപ്പോഴും ആ ഒരു ടിക്കറ്റ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. 530 കുറച്ചുകൊണ്ടേയിരിക്കുന്നത് ഗൈസ്. എൻ്റെ ബാഗ് കണ്ടിട്ട് അത് വന്നേ. എന്തായാലും 535 രൂപയായിരുന്നു ആ ടിക്കറ്റ്. ആ ടിക്കറ്റ് കൊടുത്ത് ബാക്കിയില്ലാതെ 20-25 രൂപ എന്തോ ബാക്കി ബാലൻസ് ആയിട്ട് കിടന്ന് 3 ദിവസമാണ് എനിക്ക് തോന്നിയത് അവിടെ എത്താൻ ട്രെയിനിൽ. ഞാൻ പോകുമ്പോൾ ട്രെയിനാണ് പോയത്. കാരണം ആ ടൈമിൽ എനിക്ക് ഇങ്ങനെ നടന്നുണ്ടാക്കാൻ വലിയൊരു ഇതുണ്ടായിരുന്നില്ല, പരിചയം ഉണ്ടായിരുന്നില്ല. വീഡിയോസ് ഹിച്ചേക്ക് നോമാട്ടിൻ്റെ അതിൻ്റെയൊക്കെ വീഡിയോസ് കാണുന്നുണ്ടെന്നല്ലാതെ എനിക്കൊരു ധൈര്യം, മനസ്സിലൊരു ഉറപ്പുണ്ടായിരുന്നില്ല അങ്ങനെ പോകണമെന്ന്. അങ്ങനെ പോകാൻ പറ്റും, പോയ എന്താ സ്ഥിതിയെന്ന്. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ താജ്മഹൽ പോയി. അവിടെ ഞാൻ ഒരു ഓട്ടോക്കാരനെ തടുത്ത് ആളിനെ അന്ന് എനിക്ക് ഹിന്ദി വളരെ കുറച്ച് അറിയുള്ളൂ. ഞാൻ സംസാരിക്കാൻ കേട്ടപ്പോൾ ആൾ തമിഴിനാണോ ചോദിച്ചത്. അപ്പോൾ എല്ലാം മലയാളിയാണ്, തമിഴ് അറിയാവുന്ന. അപ്പോൾ ആൾ കുറച്ച് തമിഴ് അറിയാം. അപ്പോൾ ആൾ കുറച്ച് തമിഴ് സംസാരിച്ച്, ആൾ കുറച്ച് ഇംഗ്ലീഷും അറിയാം. ആൾ മിക്സ് ചെയ്ത് സംസാരിച്ച്, ഞാൻ അതേപോലെ മിക്സ് ചെയ്ത് സംസാരിച്ച്. കൂടുതൽ ഞാൻ തമിഴാണ് സംസാരിക്കാൻ നോക്കി. കാരണം എനിക്ക് അന്ന് ഇംഗ്ലീഷ് വലിയ രീതിക്ക് വലിയ രീതിക്ക് കണക്ട് ചെയ്ത് പറയാൻ അറിയത്തില്ലായിരുന്നു, കുറച്ച് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ അറിയുന്നത് പോലെ, ഇപ്പോൾ എനിക്ക് വലിയ രീതിക്ക് അറിയത്തില്ല, പക്ഷേ ഇപ്പോൾ അറിയുന്നത് പോലെ അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ആളവിടെ താജ്മഹൽ അവിടെ കൊണ്ടാക്കി ഫ്രീ ആയിട്ട്. അതിനുശേഷം അവിടെ പോകുമ്പോൾ താജ്മഹൽ ഫോട്ടോയിൽ പല പോസ്റ്ററുകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ,
ഞാൻ അതുവരെ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്ത് നോക്കിയില്ല താജ്മഹൽ എന്താണ്, അവിടെ എന്താ കാണേണ്ടത്, എങ്ങനെ കയറേണ്ടത് ഒന്നും എനിക്കറിയില്ല. എനിക്ക് സ്മോക്കിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ട്രാവലിൽ ഞാൻ പൂർണ്ണമായിട്ട് നിർത്തി കേട്ടോ. പണ്ട് എനിക്ക് നല്ല രീതിയിൽ മിനിമം ഒരു ദിവസം ഒരു പാക്കറ്റിന് മേലെ ഞാൻ വലിക്കുമായിരുന്നു. അതായത് ഏകദേശം ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ടൈമാണെന്ന് തോന്നുന്നു. ആ ടൈം മുതൽ ഞാൻ ചുറ്റുപാട് കൊണ്ടും ഞാൻ ഒരു വട്ടം വലിച്ചു കഴിഞ്ഞപ്പോൾ അതിന് കിട്ടിയ എന്തോ ഒരു സുഖം കൊണ്ടും ആയിരിക്കാം അത് വലിച്ച് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഞാൻ ഈ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യണ അന്നും ഉണ്ടായിരുന്നു. ഞാൻ ട്രാവൽ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ദിവസം സേർട്ട് വലിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഞാൻ സേർട്ട് വലി നിർത്തി. കാരണം സ്മോക്കിംഗ് കൊണ്ട് എനിക്ക് ഈ ട്രാവലിൽ നല്ല രീതിക്ക് സന്തോഷം കിട്ടുന്നുണ്ട്, നല്ല രീതിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ സ്മോക്കിങ് കൊണ്ട് അതിനൊരു സന്തോഷം കിട്ടാനുമില്ല. എന്താ പറയുക, അതൊന്ന് നമുക്കൊന്നും അതിൽ നിന്ന് കിട്ടാനില്ല. ഉള്ളതൊക്കെ പോകാനേ ഉള്ളൂ. പൈസ നഷ്ടമാണ്, അതുപോലെ തന്നെ ശരീരം നഷ്ടമാണ്. പക്ഷേ അതൊക്കെ ട്രാവലിൽ ഇറങ്ങിയ ശേഷം ഞാൻ ചിന്തിച്ച്. കാരണം പല ആൾക്കാരും മീറ്റ് ചെയ്യുന്നുണ്ട്, പല ആൾക്കാരുടെ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങി, അതിനൊരു സന്തോഷം കിട്ടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി സിഗരറ്റ് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ മനസ്സിലാക്കി. അതോടെ അത് നിർത്തി ഞാൻ. നമ്മൾ പറഞ്ഞ വിഷയങ്ങളൊക്കെ തെന്നിമാറിപ്പോയി തോന്നുന്നു, പല വിഷയങ്ങളൊക്കെ എത്തി പോകുന്നു. എന്തായാലും മിക്കവാറും ഇത് 2 വീഡിയോ ഒക്കെ ഇടേണ്ടി വരും തോന്നുന്നു കേട്ടോ. കാരണം ഞാനിപ്പോൾ ട്രാവൽ കുറച്ച് ദിവസമായിട്ട് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിക്കുകയായിരുന്നു. കാരണം കുറച്ച് കാലിന് കുറച്ച് പ്രശ്നമായിട്ടും കാലിന് കുറച്ച് പ്രോബ്ലങ്ങൾ വന്നിട്ടും അതുപോലെ ഫോൺ പൊട്ടിയിട്ടൊക്കെ ഞാൻ കുറച്ച് ദിവസം ട്രാവൽ നിർത്തി വെച്ചിരിക്കുന്നു. ഇപ്പോൾ ഒന്നുകൂടെ തുടങ്ങി ഈ റെസ്റ്റ് എടുക്കുന്ന 3 ദിവസങ്ങളിൽ ഞാൻ കുറേ ആലോചിച്ചു. ഞാൻ ഈ ട്രാവൽ ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം 2 മാസം ആയല്ലോ. അപ്പോൾ തുടങ്ങാനുണ്ടായ കാരണങ്ങളും എൻ്റെ മുന്നേ ഉണ്ടായിരുന്ന കുറച്ച് അനുഭവങ്ങളും എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇത് മിക്കവാറും ഒരു വീഡിയോ ആയിട്ട് ഇടാൻ പറ്റത്തില്ല, നല്ല ലെങ്തിയാണ്. മാക്സിമം 2 3 അല്ലെങ്കിൽ മാക്സിമം 1 2 വീഡിയോയിലാക്കിയിട്ട് ഇടാനേ പറ്റത്തുള്ളൂ. എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നത്. ഇതിലൊരു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്, അപ്പോൾ കണ്ടോക്കെ. ഇതിലിപ്പോൾ എല്ലാം ഫുള്ളായിട്ട് പറയാൻ പറ്റിയിട്ടില്ല, എല്ലാം പകുതി നിർത്താനേ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫുൾ ക്ലാരിഫിക്കേഷൻ അടുത്ത വീഡിയോ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിട്ടോ.